ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രിയേറ്റീവ് ഹാൻഡ്സ്. ഞാൻ റനീഷ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ്. ഇതുപോലത്തെ ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് ഞാനൊരു ബ്ലാക്ക് കളർ ജിസോ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അപ്ലൈ ചെയ്യാം. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ഞാൻ പറമ്പിൽ നിന്ന് ശേഖരിച്ച കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് യൂട്യൂബിൽ കണ്ട വീഡിയോസിൽ തേങ്ങയുടെ ക്യാപ്പ് ഇങ്ങനെ തുറന്നു വെച്ചിട്ടുള്ളതായിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്ലോസ്ഡ് ആയിട്ടുള്ളതാണ്, കുറച്ച് ചെറുത്. അപ്പോൾ ഇതിന് ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഫ്ലവർ ടൈപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ചൂസ് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. പിന്നെ ഞാനിവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഉണങ്ങിയ ഇലകളാണ്. അതിന് ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റ് ചെയ്തത് സാപ്പ് ഗ്രീന്, അതുപോലെ ബ്രൗണ്, പിന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു യെല്ലോ ഷെയ്ഡും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടെടുക്കണം. അപ്പോൾ ഇത്രയും കളറാണ് ഞാനിതിന് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് കുറച്ച് വൈനാണ്. വൈന് ഞാൻ ഉണങ്ങിയ വള്ളികളുണ്ടോ നോക്കി, പക്ഷെ എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി ചെയ്തെടുത്താണ്, ഗമ്മും വെച്ചിട്ട് ചുറ്റി ചെയ്തെടുത്താണ്. ഇതിനൊരു ബ്രൗൺ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്കിത് ബോട്ടിൽ ഒട്ടിക്കുന്ന സമയത്ത് ബാക്കി കളറും ചെയ്തെടുക്കുക. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയ പേരക്കയുടെ ഉണങ്ങിയ ഒരിതാണ്, താഴെ വീണ് കിടപ്പുണ്ട്, അത് ഉണങ്ങിയതാണ്. അതിന് ഞാനൊരു ഗോൾഡൻ കളറും അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ അടക്കയുടെ കുഞ്ഞടക്കയാണ് വീണിട്ടുണ്ടായത്. അതിനും ഞാൻ നേരത്തെ ഫ്ലവറിന് കൊടുത്ത അതേ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കളക്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ബോട്ടിലേക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. ആദ്യം നമുക്ക് വൈൻസ് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ അറേഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്കിത് അറേഞ്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ വള്ളി ഞാൻ എന്താ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഓരോരോ ലീവ്സായിട്ട് വെച്ച് കൊടുക്കാം. ആദ്യം നിങ്ങളിതൊന്ന് വെച്ച് നോക്കുക എങ്ങനെയാണ് ഭംഗി, എന്നിട്ട് അതിന് ശേഷം ഒട്ടിച്ചെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനിടയിലേക്ക് ആ പൂക്കളും അതുപോലെ അതിൻ്റെ ആ ബഡ്സും ഇതുപോലെ എല്ലാം വെച്ച് കൊടുക്കുക. ആ ഉണങ്ങിയ പേരക്കയുടെ ഇതും ഒക്കെ വെച്ച് കൊടുക്കുക. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ട് എടുക്കുക.
നമ്മളിത് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തിരഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വസ്തുക്കൾ കിട്ടും കൗതുകരമായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനെ തന്നെ കളക്ട് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങളുടെ പറമ്പിൽ കിട്ടുന്ന ഇതുപോലെ ഭംഗിയുള്ള സാധനങ്ങളൊക്കെ വെച്ച് പെയിൻറ്റ് ചെയ്തിട്ട് നമുക്കിതുപോലെ ബോട്ടിൽ ആർട്ടോ അതുപോലെ വാൾ ഹാങ്ങിങ്ങോ എന്ത് ക്രാഫ്റ്റ് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ആ കുഞ്ഞ് അടക്കയുടെ ഇതിൽ ഒരു ഗോൾഡൻ കളർ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഗ്ലൂ ഗണ്ണിൽ നിന്ന് വന്നിട്ടുള്ള ചെറിയ ചെറിയ ഡ്രോപ്പ് വെച്ചിട്ട് ഞാൻ ഈ റെയിൻ ഡ്രോപ്സ് പോലെ അല്ലെങ്കിൽ മഞ്ഞുതുള്ളി പോലെയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ബോട്ടിലിൻ്റെ നെക്കിലേക്ക് കുറച്ച് ജൂട്ട് ത്രെഡ് ചുറ്റി കൊടുക്കാം. അല്ലെങ്കിൽ ബോ പോലെ ചെയ്തെടുത്താലും മതി. സാറ്റിൻ റിബൺ വെച്ചിട്ട് ബോ പോലെയും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ജൂട്ടാണ് ചുറ്റിയെടുക്കുന്നത്. കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം മുഴുവനായിട്ട് ചുറ്റിയെടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഗ്യാപ്പില്ലാതെ ചുറ്റിയെടുക്കാൻ നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബോട്ടിൽ ആർട്ട് എന്ന് പറയുന്നത്. നല്ല ഭംഗിയായിട്ടില്ല കാണാൻ വേണ്ടിയിട്ട്. എല്ലാ വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഉണങ്ങിയ വള്ളികൾ കിട്ടുമെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ബോട്ടിൽ ആർട്ട് എന്ന് പറയുന്നത്. എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്ത് കഴിഞ്ഞാലും കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതലുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാം. താങ്ക് യു.